Lassie! She could be just what we've been looking for. Barely enough food for the three of us. It would have been cruel to keep her. Lassie's my dog. Well, we'll see about that. Somebody stop her! Where is she, eh? She don't belong to us, Joe. Not anymore. They're taking her away, so let it go. You're a bad dog and we don't love you no more. Take a good look at me. I'm in charge now. You just want to go home. Don't worry, I'll deal with this one. Stop her! Are you trying to get home like she did before? Here, it's yours! Hello, Namaste. Welcome back to our English class. You just watched some of the famous films having animals as characters, right? So today we are going to discuss a beautiful and interesting article, a Project Tiger, written by Satyajit Ray. So shall we start? Yes. Satyajit Ray is one of the famous Indian filmmaker, and today we are going to discuss one of his famous articles, a Project Tiger. So shall we start? Yes. No one can beat Hollywood when it comes to making films with animals in them. മൃഗങ്ങളെ വെച്ചിട്ടുള്ള ഫിലിംസ് മേക്ക് ചെയ്യാൻ ഹോളിവുഡിനെ വെല്ലാൻ മറ്റാരും തന്നെ ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് സത്യജിത് റേ. Why? Because I remember films in my childhood and there were quite a few of them that had an Alsatian called Rintin. He also shared his childhood memory. സോ സത്യജിത്ത് ഇവിടെ പറയുകയാണ് തൻ്റെ കുട്ടിക്കാലത്തിൽ വളരെ കുറച്ച് ഫിലിംസ് മാത്രമേ അനിമൽസിനെ വെച്ചിട്ട് ചെയ്തിരുന്നുള്ളൂ. അതിൽ തന്നെ റിൻഡിൻ എന്ന് പേരുള്ള ഒരു നായയായിരുന്നു, ഒരു അൽസേഷ്യൻ നായ വെച്ചിട്ടുള്ള ഫിലിംസ് ആയിരുന്നു കൂടുതലും. ആൻഡ് ദിസ് ഡോഗ്സ് ആക്ടിങ് വാസ് മോർ ഇംപ്രസീവ് ദാൻ ഹ്യൂമൻസ്. മനുഷ്യരെക്കാളും വളരെ ഭംഗിയായിട്ട് അഭിനയിക്കാൻ കഴിവുണ്ടായിരുന്നു ഈ നായയ്ക്ക്. Later we got to see 3 or 4 other films with a collie called Lassie. പിന്നീട് അതിനുശേഷം കോളി എന്ന് പറയുന്ന ഒരു ഇനം നായയാണത്, ലെസ്സി, കോൾഡ് ലെസ്സി എന്ന് വിളിക്കുന്ന ആ നായയുടെ ഫിലിംസും പിന്നീട് കുറേ കാലത്തേക്ക് പിന്നെയും ഒരുപാട് ഫിലിംസ് അതിനെ വെച്ചിട്ടും ഉണ്ടായിരുന്നു. And it seemed that the director could make Lassie do just about anything. ആ നായയെ വെച്ചിട്ട് ഏതൊരു സീനും വളരെ അനായാസം ഡയറക്റ്റ് ചെയ്യാനായിട്ട് അന്ന് ഡയറക്ടേഴ്സിന് സാധിക്കുമായിരുന്നു. And these trained dogs were famous stars in their own rights, and the money they earned was no less than what a real film star got. അന്ന് ഒരു റിയൽ ഫിലിം സ്റ്റാറിന് കിട്ടുന്നതിനെക്കാട്ടിലും ഏർണിങ്സ്, ശമ്പളം ആർക്ക്, ഈ ഒരു നായയ്ക്ക് കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അന്നത്തെ ഈ ആനിമൽ ആക്ടേഴ്സിന് കിട്ടുമായിരുന്നു എന്ന് പറയുകയാണ്. These trained dogs, these are trained dogs, or the dogs got a special training, okay, and their owners could easily make as much as 100,000 rupees from just one film. ഒരൊറ്റ സിനിമ കൊണ്ട് തന്നെ അതിൻ്റെ ഓണേഴ്സിന് 1,00,000 രൂപ വരെ ഒരു ഫിലിമിന് കിട്ടുന്ന തരത്തിലായിരുന്നു അന്നത്തെ കാലത്ത് 1,00,000 രൂപ വരെ ഒരു ഫിലിമിന് ഈ അനിമൽ ക്യാരക്ടേഴ്സിന് കിട്ടുമായിരുന്നു അല്ലെങ്കിൽ ലഭിക്കുമായിരുന്നു എന്ന് പറയുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ്. I realized how reverently these animals actors were treated when I happened to see the shooting of a film 20 years ago in Disney Studio in Hollywood. ഒരു 20 വർഷം മുൻപ് ഹോളിവുഡിലെ ഒരു ഷൂട്ടിംഗ് കാണാനായിട്ട് ഞാൻ പോയപ്പോൾ ഞാൻ അതിശയിച്ചു പോയി, ആശ്ചര്യപ്പെട്ടു പോയി.
എങ്ങനെയാണ് ഈ അനിമൽ ക്യാരക്ടേഴ്സിനെ അന്ന് ഡയറക്ടേഴ്സും ആ ഫിലിം ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്തിരുന്നത്, എത്ര മനോഹരമായിട്ടാണ് ഈ അനിമൽസിനെ വെച്ചിട്ട് ഒരു ഫിലിം മേക്ക് ചെയ്തത് എന്ന് ആ ഷൂട്ടിംഗ് കണ്ട സമയത്ത് എനിക്ക് തോന്നിപ്പോയി. കാരണം ദ മെയിൻ ക്യാരക്ടർ ഇൻ ദിസ് ഫിലിം വാസ് എ ലാർജ് ഡോഗ്. ഓക്കെ, ആ സിനിമയിലെ ഒരു വലിയൊരു മെയിൻ ക്യാരക്ടർ ഒരു പട്ടിയായിരുന്നു, ഒരു വലിയൊരു പട്ടിയായിരുന്നു അതിൻ്റെ മെയിൻ ക്യാരക്ടർ. അതിൻ്റെ മെയിൻ ലീഡ് ക്യാരക്ടർ ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു പട്ടിയാണ്. I reached the studio to find that the shooting had not yet started. അതിൻ്റെ ഒരു ഫിലിം കാണാമല്ലോ എന്നൊക്കെ കരുതി അവിടെ പോയപ്പോഴും പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവിടെ ഷൂട്ടിംഗ് അപ്പോൾ തുടങ്ങിയിരുന്നില്ല. അതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളും ഒക്കെ നോക്കി ഞാൻ എങ്ങനെ നിൽക്കുന്ന സമയത്ത് ദ ക്യാമറാമാൻ വാസ് ഗെറ്റിംഗ് ദ ലൈറ്റ്സ് റെഡി. ഫിലിം ഷൂട്ട് തുടങ്ങുന്നതിന് മുൻപ് ക്യാമറാമാൻ ലൈറ്റിൻ്റെ പൊസിഷൻസും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് കസ്റ്റമറി ഫോർ ആക്ടേഴ്സ് ടു ബി പ്രസൻറ്റ് വെൻ ദ ലൈറ്റ്സ് ആർ അറേഞ്ച്ഡ് ഫോർ ദേ ഹാവ് ടു ഷോ ദ ക്യാമറാമാൻ ഹൗ ദേ വിൽ വാക്ക് ഓർ വേർ ദേ വിൽ സ്റ്റാൻഡ് ഇൻ എ പർട്ടിക്കുലർ ഷോട്ട്. അത് മാൻഡേറ്ററി ആയിരുന്നു ആ സമയത്ത്. അതായത് ക്യാമറാമാൻ അതിൻ്റെ പൊസിഷൻസും ക്യാമറയുടെയും ലൈറ്റിൻ്റെയും ഒക്കെ അറേഞ്ച്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ അതിൻ്റെ ആക്ടേഴ്സ് എല്ലാവരും അതിൻ്റെ അഭിനേതാക്കൾ എല്ലാവരും അവരെങ്ങനെയാണ് നടക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ആ ഒരു ഷോട്ട് എടുക്കാൻ പോകുന്നത് എന്നുള്ള പ്രിപ്പറേഷന് വേണ്ടി അവിടെ എത്തണം എന്നത് മാൻഡേറ്ററി ആയിരുന്നു. ക്യാമറയും അതിൻ്റെ ലൈറ്റ് പൊസിഷൻസൊക്കെ അറേഞ്ച് ചെയ്യുന്ന സമയത്ത് തന്നെ അതിൻ്റെ മുഴുവൻ അഭിനേതാക്കളും അവിടെ എത്തണം. So in the case of very famous stars, this job is done by their stand-ins. Stand-in means dupe. വളരെ ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ആ കറക്റ്റ് സമയത്ത് മാത്രം എത്തിയാൽ മതി. പകരം അവർ വരുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ഡ്യൂപ്പ് കൈകാര്യം ചെയ്യുമായിരുന്നു. In the case of very famous stars, this job is done by their stand-ins. A stand-in usually a person who is physically similar to the real star. സ്റ്റാൻഡിൻ മീൻസ് ഡ്യൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ യഥാർത്ഥ ഹീറോയുടെ അല്ലെങ്കിൽ ഹീറോയിൻ്റെ അതേ രൂപസാദൃശ്യമുള്ള അതേ ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉള്ള ഒരാളെ ഡ്യൂപ്പായിട്ട് നിർത്തിയിട്ട് ആ പൊസിഷൻസും കാര്യങ്ങളും ഒക്കെ അപ്പോൾ തന്നെ ഡയറക്ടർ അറേഞ്ച് ചെയ്യുമായിരുന്നു. ആൻഡ് ദ സ്റ്റാർസ് themselves arrive only when the lights are ready and it is time to take a shot. ആ ഷോട്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് മാത്രമേ ആ സ്റ്റാർസ് ഇതുപോലുള്ള വലിയ വലിയ ഫിലിം സ്റ്റാർസുകൾ എത്തത്തുള്ളൂ. അതുവരെയുള്ള റോൾസ് അവരുടെ ഡ്യൂപ്പ് തന്നെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. Then next paragraph. Here in Disney studio, I noticed that a few actors were moving about in the set, and on one side, standing quietly, was the protagonist, the same large dog. അപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് കാണാനായിട്ട് വന്നു നിൽക്കുന്ന സത്യജിത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് വളരെ കുറച്ച് ഫിലിം സ്റ്റാർസ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. പക്ഷെ ഒരു സൈഡിൽ ഒരു വലിയൊരു നായ ഇങ്ങനെ യാതൊരുവിധ മൂവ്മെൻ്റ് ഒന്നും ഇല്ലാണ്ട് മിണ്ടാതെ അങ്ങനെ നിൽക്കുകയാണ്. Then the cameraman shouted to everyone to take their positions, but the dog remained where it was. ക്യാമറാമാൻ അവിടെ കിടന്നിങ്ങനെ അലറി വിളിക്കുന്നുണ്ട്, എല്ലാവരും ഷൂട്ടിങ്ങിന് റെഡിയാവൂ, എല്ലാവരും അതത് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ യാതൊരുവിധ ഭാവമാറ്റവും ഇല്ലാണ്ട് യാതൊരുവിധ പൊസിഷൻ ചേഞ്ചും ഇല്ലാണ്ട് ഈ പട്ടി അവിടെ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ ഇതൊക്കെ കണ്ടിട്ട് ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു. But the dog remained where it was. This puzzled me. Could it be that it was not required in the next shot? Okay, I thought that. നമ്മൾ സത്യജിത്തിൽ അപ്പോൾ ചിന്തിക്കുകയാണ്, ഈ പട്ടിക്ക് എന്താ നെക്സ്റ്റ് സീനിൽ അഭിനയിക്കണ്ടേ, അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഗമല്ലേ, ഈ അഭിനയത്തിൻ്റെ ഭാഗമല്ലേ, ഈ പട്ടി എന്താണ് അതുമാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നതെന്ന് ഞാനിങ്ങനെ അതിശയിച്ച് നിൽക്കുന്ന സമയത്ത് before I could ask someone, a strange thing happened. From nowhere appeared a little dwarf followed by another man carrying a hairy dog skin. ഞാനിത് ആരോടെങ്കിലും ചോദിക്കാൻ വേണ്ടി ഭാവിക്കുന്നതിന് മുൻപ് തന്നെ പെട്ടെന്ന് ഒരു കുള്ളൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും അതിൻ്റെ പുറകെ ഒരാൾ ക്യാരിയിങ് എ ഹെയറി ഡോഗ് സ്കിൻ, ഒരു ഡോഗ് സ്കിന്നുമായിട്ട് അതും എടുത്തുകൊണ്ട് ഒരു മനുഷ്യൻ അയാളുടെ പിന്നാലെ വരികയും ചെയ്തു. Followed by another man carrying a hairy dog skin. Then to my perfect amazement, the dwarf went down on all the fours on a chalk mark on the floor, just like an animal, and the dog skin was draped over him. വളരെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം നടന്നത് പിന്നീടാണ്. ഈ വന്ന ആ ഒരു കുള്ളൻ മനുഷ്യൻ, ആ കുറിയ മനുഷ്യൻ ഒരു ചോക്ക് കൊണ്ട് അവിടെ മാർക്ക് ചെയ്തിരുന്ന ഒരു നിർദ്ദിഷ്ട സ്ഥലത്ത് ലൈക്ക് ആൻ അനിമൽ, ഒരു മൃഗത്തെ പോലെ 4 കാലിൽ നിൽക്കുകയും പുറകെ വന്ന മനുഷ്യൻ ഈ കുറിയ മനുഷ്യനെ ആ ഒരു ഡോഗ് സ്കിന്ന് കൊണ്ട് കവർ ചെയ്യുകയും ചെയ്തു.
and then he crawled from one mark to another, and the cameraman got busy with the lights. Very next moment, that dwarf man moved from one place to another. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു നാൽക്കാലിയെ പോലെ ഒരു മൃഗത്തെ പോലെ അത് മൂവ് ചെയ്യുകയും ക്യാമറാമാൻ അതിനനുസരിച്ച് തൻ്റെ ക്യാമറ ചലിപ്പിക്കുകയും ചെയ്തു. And it finally dawned upon me that this dwarf was paid to be the dog stand-in. പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് ഇത് ആ പട്ടിയുടെ ഡ്യൂപ്പായിരുന്നു ഈ മനുഷ്യനെന്ന്. ആ പട്ടിയുടെ ഡ്യൂപ്പായിരുന്നു ഈ മനുഷ്യനെന്ന് പിന്നീടാണ് ആ ഷോട്ട് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കാര്യം മനസ്സിലായത്. Then every animal in a Hollywood film is well trained. ഹോളിവുഡിലുള്ള എല്ലാ മൃഗങ്ങളും വളരെയധികം ട്രെയിനിങ് ലഭിച്ച അല്ലെങ്കിൽ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസ് ആണ് ഹോളിവുഡ് ഫിലിംസിൽ നമ്മൾ കാണുന്ന ഹോളിവുഡ് ഫിലിംസിലുള്ള മിക്ക മൃഗങ്ങളും. And it is not difficult to train a horse or a dog, but have you ever heard of trained ravens? Yes, it is not difficult to train a horse or a dog. ഒരു പട്ടിയെയോ ഒരു കുതിരയോ ഒക്കെ ട്രെയിൻ ചെയ്ത് എടുക്കുക എന്നത് it's not difficult. അത് ഒരു പ്രയാസമേറിയ കാര്യമൊന്നുമല്ല. It's very easy. But have you ever heard of trained ravens? Ravens means മലങ്കാക്കകൾ. മലങ്കാക്കകളെ ഇതുപോലെ ട്രെയിൻ ചെയ്ത കഥകളോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് നമ്മുടെ സത്യജിത്ത് ചോദിക്കുകയാണ്. Not just one or two, അതും ഒന്നോ രണ്ടോ മലങ്കാക്കകളല്ല, പിന്നെയോ but nearly 100 of them, nearly 100 of ravens, ഒരു 100 കണക്കിന് മലങ്കാക്കകളെ ട്രെയിൻ ചെയ്ത കഥകളെ അല്ലെങ്കിൽ ട്രെയിൻ ചെയ്ത ആ ഒരു അനുഭവത്തെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. Even this was made possible in Hollywood. ഹോളിവുഡിൽ ഇതും അസാധ്യമല്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഒരു കൂട്ടം കലാകാരന്മാർ എന്ന് പറയുന്നു. When the creator of some of the best suspense films in the history of cinema, Alfred Hitchcock, ഒരുപാട് സസ്പെൻസ് മൂവികളുടെ സൃഷ്ടാവായ ആൽഫ്രഡ് ഹിച്ച്കോക്ക് ഈ ഒരു സംഭവവും സാധ്യമാക്കിയിരിക്കുന്നു. Decided to make a film called Birds. Okay, അദ്ദേഹം ഒരു ബേർഡ്സിനെ കുറിച്ച് ബേർഡ്സ് എന്ന് പറയുന്ന ഒരു ഫിലിം ക്രിയേറ്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ഇതും അദ്ദേഹം സാധ്യമാക്കി. And in the story, birds from all over the world start attacking humans. ആ സിനിമയിൽ ലോകത്തുള്ള എല്ലാ പക്ഷികളും കൂടെ മനുഷ്യരെ ആക്രമിക്കുന്നതിനെ ബേസ് ചെയ്തിട്ട് സൃഷ്ടിച്ച ഒരു സിനിമയാണ് ബേർഡ്സ് എന്ന് പറയുന്ന ആൽഫ്രഡ് ഹിച്ച്കോക്കിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇദ്ദേഹത്തിന് 100 കണക്കിന് കാക്കകളുടെ ആവശ്യം വന്നു. Hitchcock needed a variety of birds, but what was required in the large number was ravens. അതിൽ ഒരുപാട് പക്ഷികളുടെ ആവശ്യം വന്നു. പക്ഷേ ഏറ്റവും കൂടുതലായിട്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ബേർഡ്സിന് വേണ്ടിയിരുന്നത് റേവൻസിനെ ആയിരുന്നു, മലങ്കാക്കകളെയായിരുന്നു. And notices were placed in the press all over the United States, asking people to contact the filmmaker if they knew how to get hold of trained ravens. ആ US-ലുള്ള എല്ലാ സ്ഥലങ്ങളിലും നോട്ടീസുകൾ പതിച്ചു. ട്രെയിൻഡ് റേവൻസിനെ കുറിച്ച് എന്തെങ്കിലും വിവരം തരാൻ കഴിയുന്ന ആൾക്കാർ എത്രയും പെട്ടെന്ന് ഈ ഫിലിം മേക്കറുമായിട്ട് ബന്ധപ്പെടണമെന്ന് പറഞ്ഞിട്ട് അമേരിക്കയിലെ സകലമാന സ്ഥലങ്ങളിലും ഒരു നോട്ടീസ് പതിച്ചു. Then someone replied within a few days. He was asked to bring his birds and he arrived with almost 100 trained ravens. ആ നോട്ടീസ് പതിച്ച ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഒരാൾ അവകാശവാദവുമായിട്ട് വരികയാണ്, എൻ്റെ കയ്യിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരുപാട് കാക്കകളുണ്ട് എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ടു ബ്രിങ് ഹിസ് ബേർഡ്സ് ആൻഡ് ഹി അറൈവ്ഡ് വിത്ത് ഓൾമോസ്റ്റ് 100 trained ravens. അദ്ദേഹം എത്രയും പെട്ടെന്ന് ഫിലിം മേക്കേഴ്സുമായിട്ട് ബന്ധപ്പെടാൻ പറയുകയും ഒരു 100 കണക്കിന് മലങ്കാക്കകൾ ട്രെയിൻഡ് ആയിട്ടുള്ള മലങ്കാക്കകളുമായിട്ട് അദ്ദേഹം അപ്രോച്ച് ചെയ്യുകയും ചെയ്തു. Then admittedly their training had not gone very bad. ആ വളരെ മോശം പറഞ്ഞുകൂടാത്ത ഒരു ട്രെയിനിങ് അദ്ദേഹം ആ മലങ്കാക്കകൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദാറ്റ് ഈസ് ടു സേ they could not do anything that might be seen and extraordinary, but if as many as 50 ravens are told to pitch quietly in a row on a specified spot, and if they obey this command instantly, isn't that pretty impressive? ഒരു ഒറ്റ നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് തന്നെ 50 കണക്കിന് മലങ്കാക്കകൾ വരിയായിട്ട് നിരന്നിരിക്കാൻ വേണ്ടി സാധ്യമാക്കുന്നത് ഒരു നിസ്സാര കാര്യമല്ല അല്ലേ? എന്നാൽ അത് ഈ സിനിമയിൽ അദ്ദേഹം സാധ്യമാക്കിയിരിക്കുകയാണ്. ഒരു പ്രത്യേക നിർദ്ദേശം കൊടുക്കുന്ന സമയത്ത് 50ഓളം വരുന്ന മലങ്കാക്കകൾ വരിയായിട്ട് ഒറ്റ വരിയായിട്ട് ഇരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ ഹിച്ച്കോക്കിൻ്റെ ബേർഡ്സ് എന്ന
ആ ഫിലിമിലൂടെ അദ്ദേഹം ഈ ട്രെയിൻഡ് റേവൻസിനെ കൊണ്ട് സാധ്യമാക്കി. Needless to say, in our own country, it is not all easy to find trained animals, although some films have been made in Bombay and Madras that involved working with elephant, horses and tigers. But in our nation, നമ്മുടെ രാജ്യത്ത് എടുക്കുകയാണെങ്കിൽ അത് അത്രത്തോളം അനിമൽസിനെ വെച്ചിട്ടുള്ള ഫിലിംസ് അത്രത്തോളം എത്തിയില്ല എങ്കിലും ബോംബെയിലും മെഡ്രാസിലും ഒക്കെ എലിഫന്റിനെയും ഹോഴ്സിനെയും ഒക്കെ വെച്ചിട്ടുള്ള ഫിലിംസ് ഒരുപാടൊക്കെ എടുക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം ബോളിവുഡിലേതുപോലെ അത്രത്തോളം വ്യാപകമായിട്ട് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫിലിം ഇൻഡസ്ട്രി ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിൽ ഫ്ലറിഷ് ആയിട്ടില്ല അല്ലെങ്കിൽ വ്യാപിച്ചിട്ടില്ല. Needless to say, in our own country, it is not all easy to find trained animals. നമ്മുടെ ഇന്ത്യയിൽ അത്രത്തോളം ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസിനെ കിട്ടാനും ട്രേസ് ചെയ്യാനും പാടാണ്, പ്രയാസമാണ് എന്നാണ് പറയുന്നത്. It is not at all easy to find trained animals, although some films have been made in Bombay and Madras. പക്ഷേ ബോംബെയിലും മെഡ്രാസിലും ഒക്കെ ആയിട്ട് വെച്ച് ഷൂട്ട് ചെയ്ത ചില ഫിലിംസുകളിൽ ഇൻവോൾവ് വർക്കിംഗ് വിത്ത് എലിഫൻസ്, ഹോഴ്സസ്, ടൈഗേഴ്സ്, ആനകളെയും കുതിരകളെയും ടൈഗറിനെയും ഒക്കെ ട്രെയിൻഡ് ആയിട്ടുള്ള ഇത്തരം അനിമൽസിനെ വെച്ചിട്ടുള്ള ഫിലിംസ് ഒരുപാട് ഉണ്ട് താനും. Then their performance did suggest that they were used to obeying commands. അവരുടെ പെർഫോമൻസ്, അവർ കമാൻഡ് ആ അനിമൽസ്, ഇത്തരത്തിലുള്ള അനിമൽസ്, ട്രെയിൻഡ് ആയിട്ടുള്ള അനിമൽസ് ഒബേ ചെയ്യുന്നു. അത് വളരെ ഈസി ആയിട്ട് ഇതിനൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്ത് ഉപയോഗിച്ചിരുന്നു. Then in Bengal, it is sometimes possible to find clever dogs, particularly police dogs, which are quite intelligent. ബംഗാളിനെ സംബന്ധിച്ച് ബംഗാളിൽ ഒരുപാട് ട്രെയിൻഡ് ഡോഗ്സ് ഇഷ്ടം പോലെ ബംഗാളിൽ നിന്ന് കിട്ടുമായിരുന്നു. എസ്പെഷ്യലി ട്രെയിൻഡ് പോലീസ് ഡോഗ്, ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള വളരെ ക്ലെവർ ആയിട്ടുള്ള ട്രെയിൻഡ് പോലീസ് ഡോഗ്സ് ബംഗാളിനെ സംബന്ധിച്ച് ബംഗാൾ എന്ന ആ ഒരു സ്റ്റേറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ ട്രെയിൻഡ് ആയിട്ടുള്ള പോലീസ് ഡോഗ്സിനെ വെച്ചിട്ട് നമ്മൾ ഒരുപാട് ഫിലിംസ് ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രീസിൽ നിർമ്മിച്ചിട്ടുണ്ട്. If one is prepared to be patient, it is not altogether impossible to get good performance. ഒരല്പം ക്ഷമയുണ്ട് എങ്കിൽ പതേർ പാഞ്ചാലിയിലെ ഭൂലോ വെച്ച് നമ്മൾ ഫിലിം ചെയ്തതുപോലെ ഒരാൾക്ക് ഈസി ആയിട്ട് ഒരു ഫിലിം അനിമൽ ക്യാരക്ടറെ വെച്ചിട്ട് ഫിലിം ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ തെളിയിച്ചതാണ്. പതേർ പാഞ്ചാലിയിലെ ഭൂലോ ഒരു അനിമൽ ക്യാരക്ടറാണ്. അത് തെളിയിക്കുന്നത് ഒരല്പം ക്ഷമയുണ്ട് എങ്കിൽ നമുക്ക് ഇതുപോലെ ഇന്ത്യൻ ഫിലിംസിലും അല്ലെങ്കിൽ ഇന്ത്യയിലും സിനിമാ നിർമ്മാതാക്കൾക്ക് ഒരല്പം ക്ഷമയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് അനിമൽ ക്യാരക്ടേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഫിലിംസ് മേക്ക് ചെയ്യാം എന്ന് തെളിയിക്കുകയാണ്, അല്ലെങ്കിൽ ഞങ്ങൾ തെളിയിച്ചതാണ് എന്ന് പറയുന്നു. Then, yet a dog might be difficult, not impossible to handle. പക്ഷെ ഒരു പട്ടിയെ വെച്ചിട്ടൊക്കെ ഒരു ഫിലിം ഉണ്ടാക്കുക അല്ലെങ്കിൽ ഫിലിം നിർമ്മിക്കുക എന്നത് ഒരല്പം ഡിഫിക്കൽട്ട് ആണെങ്കിലും അത് ഇമ്പോസിബിൾ അല്ല. ഇറ്റ്സ് പോസിബിൾ. ഒരല്പം പ്രയാസമാണ് എങ്കിലും അത് ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. വാട്ട് വാസ് വൺ സപ്പോസ് ടു ഡു ഇഫ് ദർ വാസ് നീഡ് ഫോർ എ ടൈഗർ ഇൻ എ ഫിലിം? പക്ഷെ ഒരു ഫിലിമിൽ നമ്മളുടെ കമാൻഡുകളൊക്കെ അനുസരിക്കുന്ന രീതിയിൽ ഒരു ടൈഗറിനെ വെച്ചിട്ട് ഒരു ഫിലിം നിർമ്മിക്കണമെന്ന് പറഞ്ഞാൽ അതൊരല്പം പ്രയാസമുള്ള ഒരു കാര്യമാണ്. വി ഹാഡ് ടു ഡീൽ വിത്ത് ദിസ് പ്രോബ്ലം ടു. പക്ഷെ ഞങ്ങൾ ഈ ഒരു പ്രശ്നവും വളരെ ഈസി ആയിട്ട് ഞങ്ങൾ പരിഹരിച്ചു എന്ന് പറയുന്നു. Then when we were shooting Goobi Gaine Bhaga Baine, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ഫിലിമാണ് ഗൂബി ഗൈനെ Bhaga Baine. In the film, Goobi, who is banished by the king, wanders in the forest, means Bhaga, who is also been banished. അതായത് രാജാവിനാൽ നാട് കടത്തപ്പെട്ട നമ്മുടെ ഗൂബി, അദ്ദേഹം കാട്ടിൽ വെച്ചിട്ട് കിങ് വാണ്ടേഴ്സ് ഇൻ ദ ഫോറസ്റ്റ് മീൻസ് ഭാഗ, കാട്ടിൽ വെച്ചിട്ട് ഭാഗ എന്ന് പറയുന്ന മറ്റൊരു ക്യാരക്ടറിനെ കാണുന്നതാണ് ഒരു സീൻ. ആ സമയത്ത് ദേ സീ എ ടൈഗർ ആൻഡ് ഫ്രീസ്. ആ സമയത്ത് ഇവർ രണ്ടുപേരും ഒരു ടൈഗറിനെ കാണുന്നു, ഒരു കടുവയെ കാണുകയും അവർ ഫ്രീസായി നിൽക്കുന്ന സമയത്ത് ഇവരെ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാതെ ആ കാട്ടിലൂടെ ഒരു ടൈഗർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു സീന് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വന്നു. but the tiger simply walks. ഇവരെ മൈൻഡ് ചെയ്യാണ്ട് ഒരു ടൈഗർ ഇങ്ങനെ നടക്കുന്ന ഒരു സീൻ we want to shoot about in the forest without paying them in the slightest attention. ഇവരെ രണ്ടുപേരെയും മൈൻഡ് ചെയ്യാണ്ട് നടക്കുന്ന ഒരു ടൈഗറിൻ്റെ ഒരു സീൻ, ഒരു സീക്വൻസ് നമുക്ക് ഷൂട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. യെസ്, ബാക്കി എന്തായിരിക്കും? What happened next? Okay guys, this is the first part of the article A Project Tiger. So I hope you all understood the first part, and we will discuss the second part in the next class. So thank you guys. See you in the next class.